നമസ്കാരം. എന്താ എല്ലാവരും വിശേഷം? സുഖമല്ലേ? പിന്നെ ഇന്ന് എനിക്ക് വാട്സപ്പിൽ വന്നൊരു ലിങ്കാണ് കേട്ടത്, കാണാൻ കഴിയുന്നുണ്ട് വിചാരിക്കുന്നു. ഇപ്പോൾ കേട്ടോ, ഇന്ന് വാട്സപ്പിൽ വന്ന മെസ്സേജാണ് ലുലു ബക്രീദ് സമ്മാനം എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞു കൊടുത്തതാണ്, അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരുപാട് ആളുകൾ പറയണതാണ്, നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്, നമ്മളല്ല ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ അവയർനെസ് ഒക്കെ കൊടുക്കുന്നതാണ്. പക്ഷെ എന്നാലും വീണ്ടും ഇത്തരത്തിലുള്ള ഇങ്ങനെ ഒരു ലിങ്ക് കാണുമ്പോൾ നമ്മൾ നേരെ പോയി ക്ലിക്ക്. ഇപ്പോൾ ഇതിനോട് ഒന്ന് വന്ന് ചോദിച്ചത് അത് ഇനി കിട്ടാൻ എന്താ ചെയ്യുക, 100 ആൾക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ആ 100 ആൾക്ക് ഷെയർ ചെയ്തു, എന്നിട്ട് എനിക്ക് സമ്മാനം കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലിങ്ക്. എന്നിട്ട് എനിക്കും ആൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മളോട് അഭിനന്ദനങ്ങൾ, ലുലുവിൻ്റെ ബക്രീദ് സമ്മാനം 20,000 രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ വന്നുള്ളത്. എന്നിട്ട് നമ്മളോട് 4 ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ലുലുവിനെ അറിയോ എന്നാ ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യം. അപ്പോൾ അതേന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം ചോദിക്കും, നിങ്ങളുടെ അഭിപ്രായം എത്രയാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് അടുത്ത ചോദ്യം, ലുലുവിനെ കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു. വളരെ നല്ലത്. ഇനി നമ്മളോട് പറയാം നിങ്ങൾ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കൊടുത്തു. ഇനി തൊട്ടപ്പോൾ നമ്മളോട് പറഞ്ഞ് കുറച്ച് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൽ അപ്പോൾ കണ്ടോ, ഉത്തരം വിജയകന്മാർ സംരക്ഷിച്ചു, സമ്മാനം നേടാൻ നിങ്ങൾക്ക് അവസരമുണ്ട്, നിങ്ങളുടെ സമ്മാനമുള്ള ശരിയായ ബോക്സ് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ അത് കിട്ടിയില്ല. 3 അവസരം ഉണ്ട്. അപ്പോൾ 3 ചെക്ക് ചെയ്തോട്ടെ. ക്യാഷ് അടിച്ചു. ഇനി കണ്ടോ, ഇനിയിപ്പോൾ 20 സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെന്ന് പറയാം. ഹലോ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള ഫെസ്റ്റിവലിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് കൂടുതലായിട്ട് വരിക. അപ്പോൾ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കണം, ലുലു ഇതിൻ്റെ ഈ വെബ്സൈറ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഫേക്കാണ് എന്നുള്ളത്. ലുലു ഹൈപ്പർ മാർക്കറ്റ് .ikz.to അങ്ങനെയൊക്കെയുള്ളൊരു ഒരു വെബ്സൈറ്റ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് ഫുള്ള് ഫേക്കാണ് എന്നുള്ളത്. എന്നിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴും ഇതിലൊക്കെ പോയിട്ട് തലവെക്കുന്ന ആളുകളുണ്ട് എന്ന് പറയും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ എന്നാണ് അവർ ഞാൻ ഇപ്പോൾ മൂപ്പരോട് പറഞ്ഞപ്പോഴും അയാൾ പറഞ്ഞിട്ടുണ്ടാണ് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ എന്നാണ്. അപ്പം ഞാൻ ലുലുവിൻ്റെ ഒറിജിനൽ സൈറ്റ് ഏതാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ സൈറ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ലുലുവിൻ്റെ സൈറ്റ് ഏതാ, കറക്റ്റ് ലുലുവിൻ്റെ സൈറ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. വെബ്സൈറ്റ് വരികയാണെങ്കിൽ ലുലു കണ്ടോ, ലുലുവിൻ്റെ കൃത്യമായിട്ടുള്ള സൈറ്റ് GCC ആണെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് .com. ഇനി നാട്ടിലത്തെ ആണെങ്കിൽ ലുലു www.lulumall.in. ഇതിൻ്റെ സൈറ്റുകളൊക്കെ വരും. ഇതിൽ സൈറ്റ് ഫുള്ള് എന്താ പറയുക, ഹാക്കർമാർ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇതൊക്കെ എന്താ വെച്ചാൽ 100 ആളുകളിൽ ഉള്ള ഒരു ഗ്രൂപ്പിൽ, അതല്ലെങ്കിൽ ഇപ്പോൾ അവർ പറയുന്നത് എത്ര ഗ്രൂപ്പിൽ 20 ഗ്രൂപ്പിലോ അല്ലെങ്കിൽ 20 ആൾക്ക് ഷെയർ ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ മറ്റാൾ എൻ്റെ അടുത്ത് വന്ന ആൾ പറയുന്നത് 100 ആൾക്ക് ഷെയർ ചെയ്തെന്നാണ് പറയുന്നത്. ഈ 100-ൽ ഏതെങ്കിലും ഒരാൾ ഇത്തരത്തിൽ എന്താ പറയുക, ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് നമ്മളെ ATM കാർഡിൻ്റെ ഡീറ്റെയിൽ, നമ്മളെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ അതൊക്കെ കൊടുക്കും നമ്മൾ. അപ്പം ലാസ്റ്റ് നമ്മളെ ഫോൺ തന്നെ ചിലപ്പോൾ ഹാക്കായി പോകും. അങ്ങനെ അത്തരത്തിലുള്ള പല തട്ടിപ്പുകളാണ്. എന്താ സംഭവിക്കുക നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിലും ജസ്റ്റ് നിങ്ങൾ ആരും ഷെയർ ചെയ്യാതിരിക്കുക. ഇത്തരത്തിലുള്ള വരുന്ന ലിങ്കുകൾ ഷെയർ ചെയ്യുക. ആരും നമുക്ക് ഒന്നും തരില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഫ്രീ ആയിട്ട് നമുക്ക് ആരും ഒന്നും തരില്ല എന്ന് മനസ്സിലാക്കുക. അതിനുള്ള കോമൺ സെൻസ് നമ്മൾ ആദ്യം ഉണ്ടാക്കുക. ഓക്കെ, താങ്ക് യു.